ഭക്ഷണം നല്ല ഭക്ഷണമാണല്ലോ, തുടക്കമാണ്. പക്ഷേ പൊതുവേ കലോത്സവത്തിലെ ഭക്ഷണം വളരെ വളരെ ടേസ്റ്റ് ഉള്ളതും വളരെ നന്നായിട്ട് ഇത്രയും ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരുക്കങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ആയില്ലേ, സെറ്റായില്ലേ മൊത്തത്തിൽ? കുട്ടികൾ വന്നാൽ മാത്രം മതി, ബാക്കി എല്ലാം സെറ്റാണ്. നല്ല ഭക്ഷണമായിട്ടുണ്ട്, അവർക്ക് കൊടുക്കും. എല്ലാവരും വരണം, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങുകയാണ്, അത്രയേ ഉള്ളൂ. ഏറ്റവും നന്നായിട്ട് തന്നെ കൊടുക്കുന്നതാണ് അനുഭവം. ഇപ്രാവശ്യം ഓരോ പ്രാവശ്യം മെച്ചപ്പെട്ടവരാണ്, ഇപ്രാവശ്യം കൂടുതൽ മെച്ചമാവും എന്ന് കരുതുന്നു. ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ഭക്ഷണം വളരെ നല്ലതല്ലേ? ഇത്തവണത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മിനിസ്റ്ററെ? ഇത്തവണത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഭക്ഷണത്തിന്? അല്ല, ഭക്ഷണത്തിൻ്റെ ഓരോ ഐറ്റവും കുറച്ചൊക്കെ ഒരു അന്നന്ന് ദിവസം പറയൂ. എല്ലാം നേരത്തെ പറഞ്ഞാൽ പോയില്ലേ, പറഞ്ഞ പോലെ. അത് അല്ലല്ല, എല്ലാ ഭക്ഷണവും നമുക്കിഷ്ടമാണ്. ഇന്നത്തെ ഈ ഉച്ചക്കത്തെ പാലടയും ബോളി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഈ ബോളി തിരുവനന്തപുരം മേഖലയിലാണ് സാധാരണ, നമ്മുടെ കേരളത്തിൽ എവിടെയും ബോളി. അത് ഇന്നിപ്പോൾ നിങ്ങളെല്ലാം കഴിച്ചു നോക്കിയിട്ടും കൂടെ പറയണം. ഈ ആളുകൾക്ക് എനിക്ക് മധുരമൊക്കെ ഇഷ്ടമാണോ, അതുകൊണ്ട് മധുരം ഇഷ്ടംപോലെ കഴിക്കും. ഇല്ലില്ല. ഇവിടെ നമ്മുടെ കുട്ടികൾക്കൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? കുട്ടികൾക്ക് സാധാരണ പല സ്ഥലങ്ങളിലും സ്കൂളുകളിലും ഒക്കെ ആയിട്ടാണ്. കുറേയേറെ കുട്ടികൾ നേരത്തെ തന്നെ തിരുവനന്തപുരത്തെ ലോഡ്ജുകളും മറ്റുമൊക്കെ പല രക്ഷകർത്താക്കളും ബുക്ക് ചെയ്ത് കാണും. പക്ഷേ പൊതുവിൽ നമ്മൾ അക്കോമഡേഷൻ സൗകര്യമുണ്ട്, യാത്രയുടെ സൗകര്യമുണ്ട്, ഈ ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റിയുടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ടേക്കൺ കെയർ ഓഫ്. ചുറ്റുപാടുമുള്ള സൗകര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എടുത്തൊരു 1-2 മാസം മുമ്പേ ഇതിൻ്റെ പ്രവർത്തനം നടക്കും. കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തായിരുന്നു എന്നുള്ളതുകൊണ്ട് തൊട്ടുമുമ്പ് നമ്മൾ കൊല്ലത്ത് നടത്തി. അപ്പോൾ വളരെ വലിയ ഒരു പ്ലാനിംഗ് ആണ്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് വന്ന സ്ഥലത്ത് താമസിച്ച് തന്നെയാണ് ഓരോ സ്ഥലത്ത് നോക്കുക. ഇവിടെയാണെങ്കിൽ ഏറ്റവും പരിചയസമ്പന്നരായ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ കടകംപള്ളിയാണ്, അദ്ദേഹം ആണ് ഫുഡിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട, പരാതിരഹിതമായി ചെയ്യേണ്ട കമ്മിറ്റിയാണ് ഫുഡ് കമ്മിറ്റി. എല്ലാ ആളുകളും വരുന്നതാണല്ലോ, മറ്റേതൊരു സ്റ്റേജുകളിൽ പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അത്രയും സീനിയറായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് നടക്കുന്നത്. സുജയ ചേച്ചി ചോദിക്കുവാണ്, ധനമന്ത്രി ഭക്ഷ്യമന്ത്രി ആയോ? അല്ല, ഭക്ഷണം കഴിക്കുന്നത് അല്ല, അത് തീർന്നു. അല്ല, മുഴുവൻ സമയം സംസാരിച്ചത് ധനകാര്യമന്ത്രിയാണ്. ഞാൻ ആ സമയം കഴിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് കഴിക്കാൻ ഒരു വിഷമമില്ലല്ലോ, നന്നായിട്ട് കഴിച്ചു, ഒരു കുഴപ്പമില്ല.